ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഒരു കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. ഒരു വാഹനം ഓടിക്കുന്നത് സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് വ്യത്യസ്ത പ്രോബ്ലങ്ങളാണ് പല ആൾക്കാർക്കും ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്നത്. അങ്ങനെ പൊതുവായിട്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഒരു വാഹനം റോഡിൽ ഓടിക്കാനായിട്ടുള്ള കോൺഫിഡൻസ് ഇല്ല. വാഹനം ഓടിക്കാനായിട്ടുള്ള ബേസിക് ഐഡിയകളുണ്ട്, പക്ഷെങ്കിൽ കോൺഫിഡൻസ് ലഭിക്കുന്നില്ല. അപ്പോൾ ഈ കോൺഫിഡൻസ് കൂട്ടാനായിട്ട് ഡ്രൈവിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പരിഹരിച്ച് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് കൂട്ടാനായിട്ട് എന്ത് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് ഞാൻ കാണിക്കാം. ഞാൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൂടുതൽ കോൺഫിഡൻസ് ലഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ ഡ്രൈവിംഗ് പ്രാക്ടീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് വണ്ടി ഓടിച്ച് തന്നെ നോക്കാം. ഓക്കെ, ഇതിൽ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു പ്രോബ്ലമാണ് ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് മുൻവശത്തേക്കുള്ള ഒരു ശ്രദ്ധയാണ് കൂടുതലായിട്ട് പോകുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ടത്, മുൻവശത്തേക്ക് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നോ ആ ഒരു ശ്രദ്ധ നമുക്ക് എങ്ങോട്ട് പോകണം, നമ്മളുടെ വണ്ടിയുടെ റൈറ്റ് സൈഡ് ഏരിയയിലേക്ക് പോകണം, ലെഫ്റ്റ് സൈഡ് ഏരിയയിലേക്ക് പോകണം. അതോടൊപ്പം തന്നെ ആ സെയിം ശ്രദ്ധ എങ്ങോട്ട് പോകണം, ബാക്ക് സൈഡിലേക്ക് പോകണം. അപ്പോൾ അതിന് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒന്നും നോക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മളുടെ മിറർ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ മിറർ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റൈറ്റും ലെഫ്റ്റും സെൻറ്ററും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് നോക്കാനായിട്ട് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് കൃത്യമായിട്ട് നമ്മുടെ ചെവി ശബ്ദം കേട്ട് അത് മനസ്സിലാക്കിയെടുക്കും. ചിലപ്പോൾ ഒരു ഹോൺ അടിക്കുന്ന സൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ആ വാഹനം വരുന്ന ചെറിയ രീതിയിലുള്ള ഒരു സൗണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ടും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ സെൻറ്റർ മിറർ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? സെൻറ്റർ മിററിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പുറകിൽ നിന്ന് വരുന്ന വണ്ടിയെ ഒരു ക്ലിയർ വ്യൂ നമുക്ക് ലഭിക്കും. മനസ്സിലായോ? അപ്പോൾ സെൻറ്റർ മിററിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വണ്ടി കാണുന്നില്ല എന്നാൽ സൗണ്ടും കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് ലെഫ്റ്റ് മിററും റൈറ്റ് മിററും കൂടെ നോക്കുക. കാരണം ചിലപ്പം ഈ സെൻറ്റർ മിററിൻ്റെ ആ ഒരു വ്യൂവിൽ നിന്ന് വാഹനം കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ടാവാം. അപ്പോൾ അത് ഇങ്ങനെ നിങ്ങൾ ജഡ്ജ് ചെയ്യുക. അപ്പോൾ ഇത് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എല്ലാ സെൻറ്റർ മിററും നോക്കണം. അതിന് ഒരുപാട് ഗ്യാപ്പ് ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ലഭിക്കും. എങ്ങനെ, പുറകിൽ നിന്ന് വരുന്ന വാഹനത്തെയും കൂടെ ജഡ്ജ് ചെയ്യാൻ കഴിയും. ജഡ്ജ് ചെയ്യുമ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ വണ്ടിയുടെ സ്പീഡിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും വണ്ടി നേരത്തെ തന്നെ സൈഡിലേക്ക് ഒതുക്കി കൊടുക്കാനും നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ ഓർമ്മയിൽ വെക്കുക. ഓക്കെ, ഇനി ഞാൻ വാഹനം ഇവിടുന്ന് എടുക്കുകയാണ്. എൻ്റെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു, കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടുന്ന് വാഹനം എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് കിട്ടണം. വണ്ടി എടുക്കുമ്പോൾ ഒരു തരത്തിലുള്ള പ്രശ്നം വരരുത്, ഈസി ആയിട്ട് വണ്ടി എടുക്കണം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പുറകിൽ നിന്ന് വാഹനം വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇത് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നമുക്ക് മുൻവശം നോക്കുന്ന സമയത്ത് മുന്നിൽ നിന്ന് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റയടിക്ക് വണ്ടി എടുത്ത് പോകാതിരിക്കുക. നിങ്ങളിൽ പല ആൾക്കാരുടെയും പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് വണ്ടി എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കി, ഫസ്റ്റ് ഗിയർ കൊടുത്ത് എൻ്റെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആദ്യം കൊടുക്കുന്നു, ഫസ്റ്റ് ഗിയർ ഇടുന്നു, സെൻറ്റർ മിററിലൂടെ ലെഫ്റ്റ് മിററിലൂടെ ഞാൻ നോക്കുന്നു, പുറകിൽ നിന്ന് എന്തെങ്കിലും
എന്തെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഇപ്പോൾ പുറകിൽ നിന്ന് ഒരു വാഹനവും നിലവിൽ വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, പതിയെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുന്നു. ഓക്കെ, എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് വണ്ടിയെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എൻ്റെ വണ്ടിയെ ഞാൻ പതിയെ ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിച്ചുകൊണ്ട് എടുക്കുന്നു. ഇതേ ലെഫ്റ്റ് മിററും കൂടെ നോക്കി ഞാൻ വണ്ടി ഇങ്ങനെ എടുത്തു. എന്നിട്ട് വണ്ടി പതിയെ ഒന്ന് സ്ലോ ചെയ്തു. എന്നിട്ട് വീണ്ടും ലെഫ്റ്റ് മിററിലൂടെ ഒന്നും കൂടെ നോക്കുകയാണ്, പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇങ്ങനെ വണ്ടി ഇങ്ങനെ എടുത്ത് പതിയാണ് വണ്ടി എടുക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇതുപോലെ ഏറ്റവും സ്ലോ ആയിട്ട് വണ്ടി നിങ്ങൾ എടുക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഇങ്ങനെ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി ഓഫായി പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതാണ് എൻ്റെ ഡ്രൈവിങ്ങിൽ എൻ്റെ ഒരു കോൺഫിഡൻസ് കുറയാനായിട്ടുള്ള ഒരു സാധ്യത എന്നുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒരു വാഹനത്തെ നിർത്തി എടുക്കാനായിട്ട് പഠിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇവിടുന്ന് ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. എന്നിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. സ്ലോപ്പ് ആണെങ്കിൽ ബ്രേക്കിൽ തന്നെ കാല് വെച്ചു. ഇപ്പം ഞാൻ ബ്രേക്കിൽ നിന്ന് അയച്ച് വണ്ടി ചെറുതായിട്ട് ബാക്കിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ബ്രേക്കിൽ തന്നെ കാലൊന്ന് വെച്ചോണ്ട് തന്നെ എന്ത് ചെയ്യണം, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് വരുന്നു. ഓക്കെ, എന്നിട്ട് ആക്സിലറേഷൻ ചെറുതായിട്ടാണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ തീർത്തും കൊടുക്കാതിരിക്കരുത്. പല ആൾക്കാരും കൊടുക്കാതിരിക്കുമ്പോൾ വണ്ടി ഓഫായി പോകും. എന്ത് ചെയ്യണം, ഇവിടെ ആക്സിലറേഷൻ നമ്മൾ ചെറുതായിട്ട് മുന്നോട്ട് കൊടുക്കുകയും ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയച്ചതേ വണ്ടിയെ ഇങ്ങനെ പതിയെ ഒന്ന് കുറച്ച് ദൂരം ഒന്ന് നീക്കിയിട്ട് എന്ത് ചെയ്യണം, കുറച്ച് ദൂരം ഒന്ന് നീങ്ങി കഴിയുമ്പോൾ വീണ്ടും നിർത്തുക. കണ്ടോ? എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം, വീണ്ടും ഇതുപോലെ തന്നെ എടുക്കുക. ബ്രേക്കിൽ കാല് വെക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ ചെറുതായിട്ട് കൊടുത്തോണ്ട്, ഓർക്കുക, ചെറുതായിട്ടുള്ളൊരു ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ പതിയെ അയക്കും, എൻ്റെ വണ്ടി ഇങ്ങനെ നീങ്ങി. എന്നിട്ട് വീണ്ടും വണ്ടിയെ നിർത്താനായിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ബ്രേക്കിലേക്ക് വരുന്നു. കണ്ടോ? അപ്പം നിങ്ങൾക്ക് വാഹനം ആ നിർത്തി സോഫ്റ്റായിട്ട് എടുക്കാനായിട്ടുള്ള കോൺഫിഡൻസ് കിട്ടും. ഇത് കിട്ടിയാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. എന്താണ്, വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വണ്ടി സൈഡിലേക്ക് ഒന്ന് പാർക്ക് ചെയ്യണം. ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പതിയെ ആക്സിലറേഷൻ കൊടുക്കുന്നു. ഇതേ ഇടത്തോട്ട് വന്ന് എന്നിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് പിടിച്ച് ഞാൻ വണ്ടി ഇവിടെ നിർത്താണ്. കണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പതിയെ ചെയ്യാനായിട്ട് കഴിയും. അപ്പം ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കുക. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് കുറച്ച് സമയം എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വണ്ടി നിർത്തിയെടുക്കാൻ പ്രാക്ടീസ് ചെയ്യുക. ഇത് തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂട്ടാനായിട്ട് എന്ത് ചെയ്യണം, ചെറിയൊരു കയറ്റത്തും കൂടെ ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങളെ ഞാനത് പതിയെ നിർത്തി കയറ്റത്തെടുത്ത് കാണിക്കാം. അപ്പം നിങ്ങൾക്കത് കൂടുതൽ കോൺഫിഡൻസ് ആണ് ലഭിക്കുന്നത്. കാരണം ഒരു നിരപ്പ് റോഡിൽ നമ്മൾ ഈസി ആയിട്ട് എടുത്തു. അപ്പോൾ നമ്മളൊരു കയറ്റത്തും വാഹനത്തെ ഇതുപോലെ നിർത്തി ഈസി ആയിട്ട് എടുക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിൽ വരുന്ന മാറ്റം ചെറുതല്ല. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു, ഇവിടെ ചെറിയൊരു കയറ്റം, ഞാനിവിടെ വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് വീണ്ടും നിങ്ങൾ നോക്കുക. ഞാൻ ഇവിടെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് മിററാണ് നോക്കുന്നത്. എന്തുകൊണ്ട്, പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾ വല്ലതും വരുന്നുണ്ടോ എനിക്കത് അറിയണം. അതറിഞ്ഞാലേ എനിക്ക് നീക്കാൻ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ഫ്രണ്ടിലേക്ക് നോക്കുന്ന പോലെ തന്നെ ഇതേ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടി എടുക്കുമ്പോൾ റൈറ്റ് മിററിലൂടെ നോക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ കയറ്റമായതുകൊണ്ട് എൻ്റെ ബ്രേക്കിൽ നിന്ന് കാല് എനിക്ക് അയച്ച് മാറ്റാനേ കഴിയില്ല, അയച്ചാൽ പുറകോട്ട് പോകും. അപ്പോൾ ഞാൻ കയറ്റത്ത് ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വരുന്നു. കണ്ടോ? കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലാണ് ഇപ്പോൾ എൻ്റെ വണ്ടി നിൽക്കുന്നത്. ഇനി ഇവിടെ ഞാൻ എടുക്കുന്ന സമയത്ത് ചെയ്യുന്നതെന്ന് പറയുന്നത് ആക്സിലറേഷൻ അങ്ങോട്ട് കൊടുക്കും. ഇതേ പതിയെ ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കും. ആക്സിലറേഷൻ കുറയ്ക്കുകയല്ല, കൊടുത്തോണ്ട് ഇങ്ങനെ പതുക്കെ അയക്കും. വണ്ടി നീങ്ങി കഴിയുമ്പോൾ ആക്സിലറേഷൻ പതിയെ അയച്ചിട്ട് ചെറിയ രീതിയിൽ കൊടുക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലെ പതുക്കെ നീങ്ങും. കണ്ടോ? എന്നിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും വണ്ടിയെ ഒന്നിങ്ങനെ നിർത്തുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ബ്രേക്കിലേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വാഹനത്തെ നിർത്തിയെടുക്കാനായിട്ട് പഠിക്കണം. ഇപ്പോൾ റൈറ്റിൽ നിന്ന് എടുത്തു, ലെഫ്റ്റിലേക്ക് വന്നു. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു വണ്ടി ഞാനിപ്പോൾ പതിയെ നിർത്തിയെടുത്തു. അപ്പോൾ നിരപ്പത്തെടുത്തു, കയറ്റത്തെടുത്തു. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ കോൺഫിഡൻസ് നല്ല രീതിയിൽ വർദ്ധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് വാഹനം വീണ്ടും എടുക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, വണ്ടി എടുത്തു. ഇനി വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നതിനനുസരിച്ച് വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനൊരു ബിഗിനർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ അതേപടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വണ്ടി എടുത്തു, ഒരു കയറ്റമാണ്. അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യും, കയറ്റത്ത് അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കത്തില്ല. അപ്പം നിങ്ങളും ചെയ്യേണ്ടത് എന്താണ്, കയറ്റത്ത് നിങ്ങൾ അടുത്തൊരു ഗിയർ ഇടണ്ട. ഓക്കെ, അപ്പം നിങ്ങളുടെ മനസ്സ് പറയുകയാണ് ഇപ്പം എനിക്ക് ഫസ്റ്റ് പോയാൽ മതി. ഓക്കെ, അപ്പം എന്ത്
എന്ത് ചെയ്യണം, നിങ്ങൾ ഫസ്റ്റ് തന്നെ പോവുക. കാരണം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലഭിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അത് ലഭിക്കുന്നവരെ എന്ത് ചെയ്യണം, കയറ്റത്ത് നമ്മൾ ഫസ്റ്റ് പോകുന്നു. ഇപ്പോൾ ഈ കയറ്റത്തിൻ്റെ അളവ് ശകലമൊക്കെ ഒന്ന് കുറഞ്ഞു, ഇനി ഒന്ന് സെക്കൻഡ് കൊടുത്താലോ എന്നുള്ളൊരു ചിന്ത വന്നാൽ അവിടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ കയറ്റത്താണെങ്കിൽ സെക്കൻഡ് ഇടുമ്പോൾ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ട് സെക്കൻഡ് ഇടുക. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഞാൻ റൈറ്റ് മിററിലൂടെ നോക്കുകയാണ്, പറയുന്ന ഒരു വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ഇപ്പോൾ പറയുന്ന ഒരു വണ്ടി വരുന്നുണ്ട്, കണ്ടോ? അപ്പോൾ ഞാൻ ഇവിടെ മുന്നോട്ട് നോക്കുന്ന പോലെ റൈറ്റ് മിററിലൂടെ നോക്കുന്നു. എൻ്റെ വണ്ടി എന്ത് ചെയ്യുന്നു, പതിയെ സൈഡിലേക്ക് ഞാൻ ഒതുക്കി കൊടുക്കുന്നു. ഇവിടെ സ്പേസ് വന്നപ്പോൾ ഒതുക്കി കൊടുക്കുന്നു. ആ വണ്ടി കയറിപ്പോയി വീണ്ടും എന്ത് ചെയ്യുന്നു, ഞാനിത് റൈറ്റിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, സെക്കൻഡ് ഗിയർ കൊടുക്കുന്നതിനെ കുറിച്ചാണ്. ഇവിടെ ഞാൻ വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുത്ത് നല്ലൊരു മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടുന്നു, പെട്ടെന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. കണ്ടോ, പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളുടെ വണ്ടി ഇതുപോലെ സെക്കൻഡ് ഗിയറിൽ ഈസി ആയിട്ട് പോകാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ കോൺഫിഡൻസ് ലഭിക്കുന്നത് അവിടെ നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ജെർക്ക് വരാതിരിക്കാൻ, അതായത് വണ്ടിക്കുള്ളിൽ ഒരുപാട് ചാട്ടങ്ങൾ വരാതിരിക്കാൻ, സ്മൂത്ത് ആയിട്ട് ഗിയർ ഇടാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, എപ്പോഴും ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടിക്ക് ഒരു ചലനം നൽകിയിട്ട് മാത്രം ഗിയർ ഇടുക. ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കൊടുത്താൽ ആക്സിലറേഷൻ എപ്പോൾ അയക്കുന്നോ അപ്പം തന്നെ ക്ലച്ച് ചവിട്ടുക, പെട്ടെന്ന് സെക്കൻഡ് ഇടുക. അപ്പോഴേ നിങ്ങൾക്ക് ആ സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് നടക്കത്തുള്ളൂ. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ സെക്കൻഡ് വരുവാണ്, അപ്പോൾ ഒരു ബിഗിനർ സെക്കൻഡ് വരുവാണ്, ഇവിടെ ഒരു വളവാണെന്ന് സങ്കല്പിക്കുക. അപ്പം ബിഗിനേഴ്സിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് തന്നെ ഇങ്ങ് പോരും, വളവായതുകൊണ്ട് തേർഡ് കൊടുക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം, തേർഡ് കൊടുക്കണ്ട, നിങ്ങൾ പതിയെ ഇതുപോലെ വരിക, വളവൊക്കെ തിരിഞ്ഞു, വണ്ടി മെല്ലെ സ്ലോ ചെയ്യാനായിട്ട് ബ്രേക്കിലേക്ക് വരുന്നു, വീണ്ടും ഞാനിങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു സ്ട്രെയിറ്റ് റോഡ് വരുന്നു, അല്ലെങ്കിൽ ഒരു ഇറക്കം കൂടിയ റോഡ് വരികയാണ്. അപ്പോൾ ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം, ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കും. അത് തന്നെ നിങ്ങളും ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇനി നിങ്ങൾക്ക് തേർഡ് ഗിയർ കൊടുക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് എവിടെയാണോ ലഭിക്കുന്നത് അവിടെ മാത്രം ഗിയർ ഇടുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ സെക്കൻഡിൽ ഇങ്ങനെ വരികയാണ്, ഇവിടെ ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡ് വന്നു. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തേർഡ് ഗിയർ ഇടാനായിട്ടുള്ള ചിന്ത വന്നാൽ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകുക. ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ക്ലച്ച് ഓടി പിടിക്കുന്നു, തേർഡ് ഇടുന്നു, ക്ലച്ച് നിന്ന് പെട്ടെന്ന് കാലയക്കുന്നു, വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ജെർക്കും വരത്തില്ല, അടുത്ത ഗിയറിലേക്ക് ഇട്ട് വാഹനം ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ 3 ഗിയർ വരെ ഇപ്പോൾ ഇട്ട് വണ്ടിയായിട്ട് ഇങ്ങനെ വരികയാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് പല ആൾക്കാർക്കും 4th ഗിയർ ഇടാനായിട്ടുള്ള പേടിയുണ്ട്. പലരും എന്ത് ചെയ്യും, തേർഡ് ഗിയർ വരെയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങ് ഡ്രൈവ് ചെയ്യും. 4th പോകാനായിട്ടുള്ള ഒരു പേടിയുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതിന് അതിന് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ തേർഡ് ഗിയർ വരെ വന്നാൽ മതി. ഓക്കെ, നിങ്ങളുടെ തുടക്കത്തിൽ തേർഡ് ഗിയർ വരെ വന്നാൽ മതി. എന്നാൽ നിങ്ങൾ നല്ലൊരു സ്ട്രെയിറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ 4th ഇടാനായിട്ട് ഒരു ശ്രമം നടത്തും. ഇപ്പം നിങ്ങൾ നോക്കി, ഞാൻ തേർഡിലാണ് വരുന്നത്, ചെറിയൊരു വളവുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, തേർഡ് ഗിയർ തന്നെ ഇങ്ങനെ വരുന്നു, പരമാവധി സ്പീഡ് കുറച്ച് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്ത്, ഒരുപാട് കാല് കൊടുക്കാതെ പരമാവധി കൺട്രോൾ ചെയ്ത് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു കയറ്റം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തേർഡിൽ കയറാതിരിക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു കയറ്റം കണ്ടാൽ ഉടൻ ചെയ്യേണ്ടത് എന്താണ്, ക്ലച്ച് പിടിക്കുക, സെക്കൻഡിലെ ഗിയറിലേക്ക് നേരത്തെ ഇട്ട് കൊടുത്തിട്ട് വണ്ടി കയറുക. ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ, എനിക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് തിരിഞ്ഞു പോകേണ്ടത്. അപ്പം റൈറ്റ് സൈഡ് റോഡിലേക്ക് തിരിയാനായിട്ട് തീരുമാനിച്ചു, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, നേരത്തെ തന്നെ ഞാൻ ക്ലച്ച് പിടിച്ചു, ഫസ്റ്റ് കൊടുക്കുന്നു, ക്ലച്ച് നയിക്കുന്നു, എന്നിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഓൾറെഡി വന്നു, പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഇവിടെ വണ്ടി കയറുകയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു ജംഗ്ഷനിൽ നിന്ന് മുന്നമേക്ക് തിരിയുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കയറ്റം കാണുന്ന സമയത്തോ ഗിയർ അഡ്വാൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഓഫ് ആകത്തില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ഗിയർ ഒരു ബിഗിനർ ഓടിക്കുന്ന പോലെയാണ് ഓടിച്ച് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഗിയർ വരുന്നു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ക്ലച്ച് നയിക്കുന്നു, കണ്ടോ, എന്നിട്ട് സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഇനി എനിക്ക് അടുത്തൊരു കോൺഫിഡൻസ് എപ്പോഴാണോ ലഭിക്കുന്നത് അപ്പം ഞാൻ തേടിയിടും. ഇപ്പോൾ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ബിഗിനറിന് ഇവിടെ ഒന്നും തേടിടാനായിട്ടുള്ള തോന്നൽ വരില്ല. കാരണം മുന്നിൽ ചെറിയ ഗട്ടറുണ്ട്, വളവുണ്ട്, ഗിയർ നിങ്ങൾ തേടിണ്ട, നിങ്ങൾ സെക്കൻഡിൽ തന്നെ ഇങ്ങനെ വരിക. ഇങ്ങനെ വന്നിട്ട് ഇനി അടുത്തത് നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു നിരപ്പ് റോഡ് കാണുന്നത് അപ്പോൾ എന്ത് ചെയ്യണം, പതിയെ നിങ്ങൾ തേർഡ് ഗിയറിലേക്ക് ഇടുക. അപ്പോൾ എന്ത് ചെയ്യണം, ചെറിയൊരു ആക്സിലറേഷൻ കൊടുക്കുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, കണ്ടോ. അപ്പം ഇങ്ങനെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. ഇനി സ്ട്രെയിറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകുക, 4th ഗിയറിലേക്കും കൂടെ ഷിഫ്റ്റ് ചെയ്യുക. ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ സമയത്ത് എന്ത് ചെയ്യണം, കോൺഫിഡൻസ് കൂട്ടാനായിട്ട് ഇങ്ങനെ 4th ഗിയർ വരുന്നു, ഇവിടെ ഒരു വളവാണ്, ഇറക്കമാണ്, എന്ത് ചെയ്യണം, നേരത്തെ ക്ലച്ച് പിടിച്ചിട്ട് തേർഡിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, ആ ഒരു ടൈമിങ്ങിന് വേണ്ടി വണ്ടി ഓഫ് ആകാനായിട്ട് വെയിറ്റ് ചെയ്യാതെ നേരത്തെ തന്നെ നിങ്ങൾ ഇങ്ങനെ ഗിയർ അപ്പ് ആൻഡ് ഡൗണും കൂടെ ചെയ്ത് ഡ്രൈവ് ചെയ്യുക. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യുന്ന റോഡ്
അതായത് പഠിക്കാനായിട്ട് സെലക്ട് ചെയ്യുന്ന റോഡെന്ന് പറയുന്നത് എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു വില്ലേജ് റോഡായിരിക്കണം. കാരണം വില്ലേജ് റോഡിലാണ് നിങ്ങൾ ഓടിക്കുന്നതെങ്കിൽ റോഡിന് വീതി കുറവാണ്, ഓപ്പോസിറ്റ് വണ്ടികൾ വരാം, ചിലപ്പോൾ റോഡിന് വെളിയിലേക്ക് നമ്മളോട് വാഹനം പോകാം, ഗട്ടറുകൾ ഉണ്ടാകാം. അപ്പോൾ ഇവിടെ നമുക്ക് പഠനം ഒരുപാട് ഉപകാരപ്പെടും. എങ്ങനെ നമ്മൾ ഗിയർ അപ്പ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും, ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും, ബ്രേക്കിലേക്ക് വരേണ്ടി വരും, ഹാഫ് ക്ലച്ച് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ഇത്തരത്തിലുള്ള ഇടുങ്ങിയ റോഡുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പരമാവധി ഇടുങ്ങിയ റോഡുകൾ സെലക്ട് ചെയ്യുക. നമ്മളൊരു വീതി കൂടിയ റോഡുകളൊക്കെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, റോഡിന് വീതി കൂടിയത് കൊണ്ട് തന്നെ നമ്മളൊരു തേർഡോ ഫോർത്തോ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് റോഡ് പോലെയുള്ള റോഡുകളാണെങ്കിൽ പിന്നെ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് വണ്ടി അങ്ങ് പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അവിടെ നമുക്ക് പ്രത്യേകിച്ച് മറ്റൊരു കാര്യം ചെയ്യേണ്ടതോ പഠിക്കേണ്ടതായിട്ടോ കഴിയില്ല. അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള ഒരു ഇടുങ്ങിയ റോഡും കൂടെ സെലക്ട് ചെയ്യുക, അതായത് ഒരു വില്ലേജ് റോഡും കൂടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഒന്ന്, മുന്നോട്ട് നോക്കുന്ന സെയിം രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെൻറ്റർ മിററിലൂടെ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തെ ശ്രദ്ധിക്കുക. ഒരു വണ്ടി റൈറ്റ് സൈഡാണ് കിടക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, സെൻറ്റർ മിററും ലെഫ്റ്റ് മിററും കൂടെ നോക്കിക്കൊണ്ട് വാഹനം എടുക്കുക. നിങ്ങളുടെ വാഹനം ഒരു ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നതെങ്കിൽ റൈറ്റിലേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് സെയിം രീതിയിൽ റൈറ്റ് സൈഡിലെ മിററിലൂടെ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എടുക്കുക. വണ്ടി നിർത്തി എടുക്കാനായിട്ട് ശ്രമിക്കുക. വാഹനത്തെ സ്ലോ ചെയ്ത് ഓടിക്കാനായിട്ട് ശ്രമിക്കുക. ഗിയർ അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ കോൺഫിഡൻസ് കിട്ടുന്നത് അവിടെ മാത്രം ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓരോ ഗിയർ മുന്നോട്ടിട്ട് ഓടിക്കുന്ന സമയത്ത് പരമാവധി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ചലനം നൽകി അടുത്തൊരു ഗിയർ ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നിരന്തരമായിട്ട് ചെയ്യാനായിട്ട് ഒരു 10 ദിവസം നിങ്ങൾ സ്വയമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഡ്രൈവിങ്ങിലെ കോൺഫിഡൻസ് ഉയരും, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വീഡിയോകളൊക്കെ നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിലും ഇടുന്നുണ്ട്. ആ പേജിലൂടെ നമ്മുടെ വീഡിയോകൾ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ വീണ്ടും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.